ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ ജന്മാഷ്ടമി ആയിരുന്നു അല്ലേ. ഇവിടെ നല്ല പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ, മോനിങ്ങനെ വന്ന് കട്ടിൽ കിടന്ന് ഉരുളുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഞാൻ ഡെയിലി വീഡിയോ ഇട്ട്, അതായത് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അവനൊരു ചെറിയ പ്രോബ്ലം 2 ദിവസമായിട്ട് കേട്ടോ. മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രമൊക്കെ പോകുന്നുണ്ട്, പക്ഷെ 1 മണിക്കൂർ, അതിനി മഴയൊക്കെ പെയ്തിട്ട് ഇത്തിരി തണുപ്പ് വന്നുകൊണ്ടാണോ എന്നറിയില്ല. ആദ്യമൊക്കെ നല്ല പ്രഷറിൽ പോകുന്നുണ്ട്, പിന്നെ അവൻ കുറേ നേരം നിൽക്കുന്നു കേട്ടോ മൂത്രം ഒഴിക്കാൻ. നിങ്ങളത് നോക്കിയിട്ട് ഒന്ന് ഡോക്ടറിനെ കൊണ്ടൊന്ന് കാണിക്കണം. അപ്പോൾ ഇന്നും കൂടെ നോക്കിയിട്ട് എങ്ങനെയാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവന് ചിലപ്പോൾ ചൂടില്ലാതെ ഇപ്പോൾ തണുപ്പ് വന്നുകൊണ്ടായിരിക്കും അങ്ങനെ കുറേ ഒരു ആദ്യമൊക്കെ പ്രഷറിൽ പോവും, പിന്നെ പ്രഷർ കുറഞ്ഞു വരുന്ന പോലെ അതിന് എന്തോ ഒരു അസ്വസ്ഥത. അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും കൂടെ നോക്കിയിട്ട്, ഇന്നലെ എൻ്റെ ഹസ്ബൻഡാണ് കണ്ടുപിടിച്ചത്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും ഇന്നും കൂടെ നോക്കിയിട്ട് നാളെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കണം. അവൻ്റെ വെയിറ്റൊക്കെ തൂക്കണം. അവനൊരു 3 കൊല്ലത്തിന് മുമ്പ് ഇങ്ങനെ യൂറിനിൽ കുറച്ച് പ്രോബ്ലം വന്നിട്ട് അദ്ദേഹം വയറൊക്കെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. കുറച്ച് ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്ത് പോയതാണ്. ഇവരെയൊക്കെ എത്ര നല്ലതായിട്ട് നമ്മൾ നോക്കിയിരുന്നാലും ഉണ്ടല്ലോ, പെട്ടെന്ന് രോഗങ്ങൾ വരും കേട്ടോ. അല്ല, നമ്മൾ നോട്ടത്തിൻ്റെ കുറവൊന്നുമല്ല. അവൻ എങ്ങനെയും ഒരു 5 ലിറ്റർ വെള്ളം അവൻ ഡെയിലി കുടിക്കും. അവൻ ഒരുപാട് വെള്ളം കുടിക്കുന്നവരാണ്. അപ്പോൾ ഇന്നും കൂടെ ഒന്ന് നോക്കട്ടെ. നല്ല പ്രഷറിൽ മൂത്രം പോവുകയാണ്, യൂറിൻ പോവുകയാണെങ്കിൽ കൊണ്ടുപോവില്ല, അല്ലെങ്കിൽ അവനെ കൊണ്ടുവന്നൊന്ന് കാണിക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? മുൻ ഫുഡ് കഴിച്ചു അല്ലേ പൊന്ന? ഫുഡ് കഴിച്ചില്ലേ പൊന്ന? പിന്നെ മാമ പൗഡറൊക്കെ ഇട്ട് തരാൻ പോകുന്നു അല്ലേ പൊന്ന? നല്ല ഭംഗിയായിട്ട് നോക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവന് ഇതുപോലത്തെ ബെൽറ്റ് ഉണ്ട് കേട്ടോ, നീല കളറിലൊക്കെ ഉണ്ട്. എന്നാലും അവൻ്റെ ചേച്ചി പിന്നെയും ബെൽറ്റ് മേടിച്ചുകൊണ്ട് വന്നു. വേറൊരു വലിയ ബെൽറ്റ്, പിടിക്കേണ്ട ബെൽറ്റുമാണ്. എന്നിട്ടൊരു കറുത്ത ഇത് റസി 3-4 എണ്ണം ഉണ്ട്. 2 എണ്ണം ചീത്തയായിപ്പോയി കേട്ടോ. ഒരെണ്ണം നല്ലതായിട്ടുണ്ട്. എന്നാലും അവൾ ഒരു വലിയ റസിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു. റസി എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചുകൊണ്ട് പോകാണ്ടതൊക്കെ അവൾ കണ്ട ഇങ്ങനെ ഓരോന്നും മേടിച്ചുകൊണ്ട് വരും കേട്ടോ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരെണ്ണം കൂടെ മേടിച്ചുകൊണ്ട് വന്നു. കാരണം 2-3 എണ്ണം ഇരിക്കട്ടെ. ഒരെണ്ണം അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നനഞ്ഞു പോകും. അപ്പോൾ പിന്നെ മാറ്റാൻ പറ്റില്ല. ഇതുപോലത്തെ വേറൊരു നീലയുണ്ട് ബെൽറ്റ്. പിന്നെ ഇതും ഉണ്ട് കേട്ടോ. ഇത് എപ്പോഴാണ് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ഊരിപ്പോവും ആൾക്കാർ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി അങ്ങനെ കാണുന്നതൊക്കെ അവന് പെറ്റുകടയിൽ പോകുമ്പോൾ കാണുന്നതൊക്കെ മേടിച്ചുകൊണ്ട് വരും കേട്ടോ അവൾ. പാവം. ഇന്നലെ അവന് കുറേ ബിസ്ക്കറ്റ്, അവൻ്റെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. കുറേ 2-3 ദിവസം കഴിഞ്ഞിട്ട് പെഡിഗ്രിയും കൂടെ മേടിക്കാൻ വേണം. അവൻ്റെ ലിവറിൻ്റെ മെഡിസിൻ എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് കൊച്ചു. അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നു. ബാ, ഹായ് പറഞ്ഞേ. ഉടോ. ആ, ഹായ് പറഞ്ഞേ പൊന്നു. ആ, ഹായ് എന്ന് പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്, ഹായ്. കണ്ടോ, സ്കൂബി തന്നു, മോൻ തന്നു, ഗുഡ് മോർണിംഗ്. ഇപ്പുറത്തെ കൈ ഉണ്ട്, ഹായ്. ഒരു കൈ ഉണ്ടല്ല പൊന്നു, ഈ കൈ ഉണ്ട്, ഹായ്. അപ്പം എല്ലാവർക്കും ഇന്ന് ട്യൂസ്ഡേ, ചൊവ്വാഴ്ച ഗുഡ് മോർണിംഗ് തന്നു കേട്ടോ. എൻ്റെ മോൻ നല്ല കുട്ടിയാണേ, നല്ല പൊന്നാണേ എൻ്റെ മോൻ. പറഞ്ഞാലൊക്കെ അനുസരിക്കുവേ. പൗഡറൊക്കെ ഇട്ട് കൊടുക്കട്ടെ. കൊച്ചിനോട് ഞാൻ പറഞ്ഞു, നീ ഈ പില്ലോയിൽ കിടക്ക്, അമ്മി പൗഡർ ഇടട്ടെ എന്ന്. നോക്കട്ടെ. പൗഡറൊക്കെ ഇട്ട് തരട്ടെ പൊന്നിന്. കുഞ്ഞിനെ ഒന്ന് നാളെ ഡോക്ടറുണ്ടെങ്കിൽ കൊണ്ടൊന്ന് കാണിക്കണം. ഡോക്ടറിനെ ഫോൺ ചെയ്യണം. ഇപ്പം മഴയായത് കാരണം അദ്ദേഹം ഇപ്പോൾ 2 ദിവസമായിട്ട് ക്ലിനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ ഫാമിലിയായിട്ട് ടൂറിനൊക്കെ പോകാറുണ്ട് കേട്ടോ. കണ്ടുമില്ല, ഫോൺ വിളിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും നാളെ എൻ്റെ മോനെ ഇവനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇവനെ എടുത്ത വെയിറ്റിംഗ് മെഷീനിൽ വെക്കണമെങ്കിൽ എൻ്റെ മോൻ തന്നെ വേണം, നമുക്ക് പറ്റൂല കേട്ടോ എടുക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ 42 kg ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി വണ്ണം വയ്പ്പിക്കരുത്. വണ്ണം വയ്പ്പിച്ച് കഴിഞ്ഞാൽ ലാബിനൊക്കെ വണ്ണം വയ്പ്പിച്ച് കഴിഞ്ഞാൽ കാലിന് പെട്ടെന്ന് തളർച്ച ഉണ്ടാവും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പിടാനും ഒക്കെ. അപ്പോൾ അധികം വണ്ണം വയ്പ്പിക്കാതെ നോക്കണം എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ ഇവന് ഒരേ രീതിയിലുള്ള ഫുഡാണ് കൊടുക്കുന്നത് കേട്ടോ. ഫുഡൊന്നും മാറ്റി സ്പെഷ്യലായിട്ട് കൊടുക്കുക. അവൻ ആകെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ആപ്പിൾ കഴിക്കുക. അത്
നല്ല മാവ് പോലെ ആപ്പിൾ കിരീര ആപ്പിൾ അവൻ കഴിക്കാറില്ല. പിന്നെ അവന് പൂവമ്പഴം തൈരും അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ക്യാരറ്റ്, ബീൻസ്, പിപ്പെ ഇതൊക്കെ കൊടുക്കുന്നത്. പിപ്പെ അതായത് പപ്പായ പുഴുങ്ങി ഞാൻ പീച്ചി കൊടുക്കും കേട്ടോ. ചോറിലൊക്കെ ഇട്ട് പീച്ചി കൊടുക്കും. പപ്പായ ഇഷ്ടംപോലെ കൊടുക്കാറുണ്ട്. പിന്നെ ചിക്കൻ, വേറെ ഒരു മാംസം ഞങ്ങൾ ഉപയോഗിക്കാറില്ല, അപ്പോൾ അത് കാരണം കൊടുക്കാറുമില്ല. ചിക്കൻ്റെ തല, ഗല, ലിവർ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വൈറസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഞങ്ങൾ കൃമിയുടെ മരുന്നൊക്കെ കൊടുത്തതാണ്. അതിന് മുമ്പും കൊടുത്താണ് 2 ടാബ്ലറ്റ്സ്. അപ്പോൾ അത് കാരണം അവന് അതൊന്നുമല്ല പ്രശ്നം. ചിലപ്പം ചൂടല്ലല്ലോ, ഇപ്പോൾ മഴ പെയ്ത് കാരണം ഇത്തിരി തണുപ്പുണ്ട്, അതുകൊണ്ടാവാം. എന്തായാലും ഇന്നൊന്ന് നോക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇന്നും കൂടെ നോക്കട്ടെ. ഇല്ലേ പൊന്നാ? ഞാൻ ഒന്നിരാടെ ഇപ്പോൾ വീഡിയോ ഇടുന്നുള്ളൂ കേട്ടോ. അല്ലേ പൊന്നോ? എന്നാലും എന്നെ മറക്കല്ലേ അങ്കിൾമാർ, ചേച്ചിമാർ, ആൻറ്റിമാർ, ചേട്ടന്മാർ, എന്നെ മറക്കല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും കേട്ടോ. അല്ലേ പൊന്നോ? ഇത് പൗഡറോ? പൊന്നിൻ്റെ പൗഡർ. പൊന്നിൻ്റെ പൗഡറാണിത്. ഇന്നലെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ജന്മാഷ്ടമിയായിട്ടൊക്കെ ഒരുപാട് പണിയായിരുന്നു. തുളസിമാല കെട്ടലും അതൊക്കെ ആയിരുന്നു. അത് പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ ലോങ് വീഡിയോ അങ്ങോട്ട് ഞാൻ മിസ്സാക്കി കേട്ടോ. ഞാനിപ്പോൾ ഒന്നിരാടവും ഞാൻ ഇടുന്നു. നല്ല മഴ, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ടെറസിൻ്റെ മുകളിൽ പോകാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് കൂളത്തിലേക്ക് മതിൽ കയറിയൊക്കെ പറിച്ചു. തെന്നി വീഴാത്ത ഭാഗ്യം. പിന്നെ അനക്ക് ഇരിക്കൽ ഇല്ല പൊന്നോ. ഇങ്ങനെ മമ്മിയുടെ പിറകെ നടക്കും. ഇന്നലെ പ്രാർത്ഥിച്ച് പ്രണാമൊക്കെ ചെയ്ത് ആർത്തിയൊക്കെ തൊട്ട് കൊടുക്കുമ്പോൾ, അവൻ്റെ തലയിൽ തൊട്ട് കൊടുക്കുമ്പോൾ അവന് എന്താ സന്തോഷമെന്നറിയാമോ എൻ്റെ പൊന്നു മോനെ. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളിയാണ്. ഡാഡിയോടും എന്നോടൊക്കെ ഇഷ്ടമാണെങ്കിലും ചേട്ടൻ വന്നു കഴിഞ്ഞാൽ, ചേട്ടനെന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ കാര്യത്തിന് ചിലപ്പോൾ ആസാംസുളിൽ പോവും, ജംഷഡ്പൂർ പോവും, പഞ്ചാബ് പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൻ 2 ദിവസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ല. ബാങ്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിക്കാരെയൊക്കെ കാണാൻ വേണ്ടി അവൻ പോവും. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ബാങ്കിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവൻ വന്നു കഴിയുമ്പോൾ ഭയങ്കര കളിയാണ്. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അവനോട് കൂടുതൽ കളിക്കുള്ളൂ കേട്ടോ. മോളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ ചുണ്ടിൽ ഇങ്ങനെ ഉമ്മം കൊടുക്കല് തന്നെ. പൊന്നാണി മോടെ പൊന്നാണോ, അമ്മച്ചി പൊന്നാണോ, അമ്മച്ചി ചുണ്ടരി മോന്നാണേ, അമ്മച്ചി ചുണ്ടരി ചിരിക്കണ എൻ്റെ മോൻ. മമ്മിയുടെ, ചേച്ചിയുടെ, ഡാഡിയുടെ, ചേട്ടൻ്റെ, അച്ചിച്ചേട്ടൻ്റെ, അഞ്ചി ചേച്ചിയുടെയൊക്കെ പൊന്നാണോ. അഞ്ചി ചേച്ചിയുടെ, അച്ചിച്ചേട്ടൻ്റെയും ഡാഡിയുടെയും മമ്മിയുടെയൊക്കെ സുന്ദര മോനാണോ. അയ്യോ എൻ്റെ പൊന്നിനെ നമുക്ക് വേണമേ, എൻ്റെ പൊന്നിനെ എനിക്ക് വേണമേ, എല്ലാവർക്കും വേണമേ. അപ്പോൾ ഇവിടെ പണ്ടൊക്കെ കൊച്ചു പിള്ളേർ വരും കേട്ടോ, മലയാളികളുടെയൊക്കെ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുള്ളവർ ആണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നുള്ളവരാണെങ്കിൽ മനസ്സിലാവും കേട്ടോ. എനിക്കൊരു നിഷ്പക്ഷ ബുദ്ധി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാകട്ടെ, അത് പെറ്റിനെ ആകട്ടെ, നമ്മൾ നോക്കുമ്പോൾ നല്ലവണ്ണം നോക്കും. അവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് പോയിരുന്നാലും ഞാൻ അവരെ നല്ലവണ്ണം നോക്കും കേട്ടോ. കൊച്ചു കുട്ടികളെയായാലും ഞാൻ നല്ലവണ്ണം നോക്കും. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ നോക്കാൻ പറ്റിയില്ലേ പിന്നെ വേണ്ട എന്ന് പറയണം. നോക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം നോക്കണം. അത് പെറ്റിനെ ആയിരുന്നാലും എൻ്റെ മക്കളെ ആയിരുന്നാലും അവർക്ക് സമയത്തിനുള്ള ഫുഡ്, നല്ല എണ്ണ തേച്ചല്ല കുളി. കുഞ്ഞു കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവരുന്നവരെയും അങ്ങനെ തന്നെ കേട്ടോ. എണ്ണ തേച്ച് കുളിക്കും, നല്ല കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനമൊക്കെ തേച്ച് അവരെ കുളിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നേരത്തെയുള്ള കൾച്ചർ റോക്കി, അവനെയും ഞങ്ങൾ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇവനെയും അങ്ങനെ തന്നെ നോക്കുന്ന കേട്ടോ. ഇവനെന്ന് പറഞ്ഞാൽ ഇവന് ഡാഡി കിടക്കുന്നെങ്കിൽ അവന് വേണം. അവൻ ഒരു പക്ഷേ മോളുടെ റൂമിൽ പോയിരുന്നാൽ അവന് ഡാഡിയെയും വേണം, ഡാഡിക്ക് അവനെയും വേണം. ഡാഡിയുടെ അടുത്ത് ഇവൻ കിടക്കാതെ ഡാഡി ഉറങ്ങത്തില്ല, ഇവൻ ഡാഡിയുടെ അടുത്ത് കിടക്കാതെ ഇവനും ഉറങ്ങത്തില്ല. അവൻ കാത്തു കുത്തിയിരിക്കും കേട്ടോ. എനിക്ക് പൊന്നാണ് അമരിച്ചൊരു അമ്മയുടെ പൊന്നാണ്. ദീപക്കിൻ്റെയും പൊന്നാണ്. ദീപക്കിന് ഭയങ്കര സ്നേഹമാണ്. ദീപക്ക് ബോഷ് ദീപക്ക് ഇങ്ങനെ പറയും. എങ്ങനെ പറയുന്നു പൊന്നു? ദീപക്ക് എങ്ങനെ പറയുന്നു പൊന്നു? ബോഷ് അങ്ങനെ പറയല്ലേ പൊന്നു? പൊന്നിൻ്റെ ബോൺ എന്തേ എടുത്തോണ്ട് വന്നേ? ബോൺ എവിടെ? ബാക്കിലോട്ട് ബോൺ എടുത്തോണ്ട് വന്നേ, കാണിച്ചു കൊടുത്തേ. മോൻ്റെ ബോൺ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്നാൽ ഇവിടെ കിടത്തേപ്പാ. എനിക്ക് പണിയുണ്ട്, തുണിയൊക്കെ വിരിക്കണം. താഴെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് തുണിയൊക്കെ വിരിക്കണം, അല്ലേ ഉണങ്ങത്തില്ല പൊന്നു.
തുണി വിരിച്ച് ഫാൻ ഇടണം. എന്നാ എവിടെ ബോൺ എവിടെ എന്നാ എടുത്ത് കാണിച്ചു കൊടുത്തേ പൊന്നു. ഇതാണോ പൊന്നിൻ്റെ ബോണാണോ എന്ന് എടുത്ത് കാണിച്ചു കൊടുത്തേ. ഇത് കുഞ്ഞു മോൻ്റെ ബോണാണോ? മമ്മിയുടെ മോൻ്റെ ബോണാണോ? ബോൺ 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 ഇതല്ലേ? ആ കണ്ടോ ചേട്ടന്മാരെ, അങ്കിൾമാരെ, ഇതെൻ്റെ കുഞ്ഞിൻ്റെ ബോണാണ് കേട്ടോ. ബോൺ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട എൻ്റെ മോന്. താഴെ ഇടല്ലേ ഇച്ച, താഴെ ഇടല്ലേ പൊന്നാ, താഴെ ഇടല്ലേ പൊന്നാ. എപ്പോഴെപ്പോഴും അത് കഴുകി അത് പോവും. എന്നാ പോലെ പിന്നെ നമ്മൾ യൂട്യൂബ് ഇത് ലോങ് വീഡിയോ ആയിരുന്നാലും ഷോർട്ട് വീഡിയോ നമ്മൾ എടുത്ത് അത് തംബ്നെയിൽ കൊടുത്ത് എഡിറ്റിംഗ് എടുക്കുമ്പോൾ ഒത്തിരി നേരം പിടിക്കും കേട്ടോ. ചില സമയം നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഫാമിലിയിൽ അപാകത വരാതെ വേണമല്ലോ വീഡിയോ ഒക്കെ എടുക്കാൻ. വീഡിയോയുടെ പിറകെ തന്നെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. എനിക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്തെന്നാണ് വീഡിയോ നമ്മളിത് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ഒത്തിരി ഹാർഡ് വർക്ക് കിട്ടുമ്പോഴേ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ വീഡിയോ ഇട്ടതൊന്നും. എനിക്കങ്ങനെ ഒരു ട്രാവലിംഗ് വീഡിയോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ 2-3 എണ്ണം പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുകളിലത്തെ വീട് എന്നുകൊണ്ട് എനിക്ക് കുറച്ച് അതിന് കുറേ എക്സ്പെൻഡിച്ചർ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ആ ട്രാവലിംഗ് നിർത്തി. അപ്പോൾ എല്ലാവരും പറഞ്ഞ വീട്ടിലെ കുക്കിംഗ് വീഡിയോ ഇതൊക്കെ എടുക്കാൻ, അങ്ങനെ ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഹാർഡ് വർക്കാണ്. അല്ലെങ്കിൽ ലക്കിയൊക്കെയാണ്. അല്ലാതെ നമ്മളിതിൽ തന്നെ ശ്രദ്ധ കൊടുത്തിരുന്നാൽ നമ്മുടെ ഫാമിലി കുറേ കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയി പോവും. അപ്പോൾ നമ്മൾ എന്തെന്നറിയാമോ, ഭക്ഷണമൊക്കെ സമയത്ത് കൊടുക്കുന്നുള്ളവർക്ക് കൊടുക്കണം, ഷുഗറുള്ളവർക്കൊക്കെ. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മളത് വീടും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റേതായ രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ആ സമയം കണ്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്വരച്ചേർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും വരാതെ വേണം നമ്മൾ വീഡിയോ എടുക്കാനും. പിന്നെ നമ്മൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ നോക്കണം. ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ വലുതാണ്, അവർക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ആവുന്ന സമയമാണെങ്കിൽ അവരുടെ പഠിത്തമൊന്നും വിട്ടിട്ട് ആരും ഇതിൻ്റെ പുറകെ ചെന്നിരിക്കരുത് കേട്ടോ. അവരുടെ പഠിത്തമൊക്കെ മുന്നേ നോക്കണം. അവരുടെ ഹോംവർക്ക്, അവരുടെ കാര്യങ്ങൾ, അവരുടെ ഹെൽത്ത്, പിന്നെ ഡെയിലി ടീച്ചർ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ പേരൻസൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ പിറകെ ചെന്ന് ഇരിക്കാവൂ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവി തിരിച്ച് കിട്ടത്തില്ല ഇല്ലേ. നമ്മൾക്ക് വീഡിയോ വേണമെങ്കിൽ ഇനിയും ഇടാം, പക്ഷേ അവരുടെ ഭാവി, അവരുടെ ടൈം, അവരുടെ പഠിത്ത ടൈമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ പിറകെ തന്നെ നമ്മൾ അതിന് വേണ്ടി നടക്കരുത്. ഇതൊരു സൈഡായിട്ട് കൊണ്ടുകൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മക്കളെയും അവരുടെ ഹെൽത്തിനെയും അവരുടെ സ്റ്റഡി ഇതെല്ലാം നമ്മൾ നോക്കണം ഇല്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ എനിക്കങ്ങനെ കേട്ടോ, ഇത്രയും വലിയ മക്കളുണ്ടായാലും നമുക്ക് അവർക്ക് ടിഫിൻ കെട്ടി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ടിഫിൻ കെട്ടണം, നമ്മുടെ പെറ്റിനെ നോക്കണമെങ്കിൽ അവനെ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ അവനെ നോക്കണം. നമ്മുടെ ഹസ്ബൻഡെന്ന് വെച്ചാൽ ക്രിയേറ്റിനൊക്കെ ഇപ്പോൾ കുറവാണ്, ക്രിയേറ്റിനൊക്കെ നേരത്തെ കൂടുതലായി ഹോസ്പിറ്റലൈസൊക്കെ ആയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈമിന് അതനുസരിച്ച് എണ്ണയില്ലാത്ത ഫുഡുകളും ഒക്കെ അതിൻ്റേതായ രീതിയിൽ കൊടുക്കണം. അതൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ട് വന്ന് ഇതിൻ്റെ പിറകെ തന്നെ ഇതിൽ കൂടെ തന്നെ ഇത് തന്നെ മനസ്സ് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ ആദ്യം മുന്നേ നമുക്ക് നമ്മുടെ ഫാമിലി, മക്കൾ, ഹസ്ബൻഡ് ഇവരെയൊക്കെ നോക്കിയിട്ട് വേണം ഒരു സൈഡിൽ കൂടെ ഇത് കൊണ്ടുപോവുകയും വേണം. അതല്ലേ ഫ്രണ്ട്സ് അതിൻ്റെ ശരിയല്ലേ ഞാൻ പറഞ്ഞേ. നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ പഠിത്തവും സ്റ്റഡിയും അവർ ഡെയിലി എന്ത് പഠിക്കുന്നു സ്കൂളിൽ പാരൻസൊക്കെ നോക്കണം. എപ്പോഴും ഇതിൻ്റെ പിറകെ തന്നെ ഇരിക്കരുത് കേട്ടോ. ഞാൻ നല്ല കാര്യം പറയുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ അതൊക്കെ വലുതായി. അവരൊക്കെ വരുന്ന സമയം നമ്മളിങ്ങനെ തന്നെയാണ്. നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ ചെന്ന് നോക്കും, അവരെന്താ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചത്, ഇന്ന് എന്താണ് അവർ ചെയ്യാൻ, നാളത്തെ ഹോംവർക്ക് എന്താണ്, ഇന്നത്തെ പഠിത്തം എന്താണ്, ഇതൊക്കെ നോക്കണം. അല്ലാതെ നമ്മൾ അതൊക്കെ വിട്ട് ഇതിൻ്റെ പിറകെ നിൽക്കരുത് കേട്ടോ. അത് പിന്നെ വലിയ അടിയായി പോവും. അപ്പോൾ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് നോക്കണം. അതുകൊണ്ട് കേട്ടോ ഞാൻ ഡെയിലി വീഡിയോ അങ്ങനെ കിട്ടുന്ന സമയം ഇടും. പിന്നെ കിട്ടുന്ന സമയം ഷോർട്ട് വീഡിയോ എടുക്കും. പിന്നെ ഇപ്പോൾ മഴയൊക്കെയാണ്, നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല.
പിന്നെ പിന്നെ ഞാൻ മൊബൈൽ ഒരു ചെറിയ മൊബൈലിലാണ് ഞാൻ ഈ തംബ്നെയിൽ എടുക്കുന്നത്, ഈ എഡിറ്റിങ് ചെയ്യുന്നത്, ഈ വീഡിയോ എടുക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പുറത്തോട്ട് പോയി വീഡിയോ ഒക്കെ എടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ കൈ നിറച്ച് സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഫോൺ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. പുറത്തുള്ളതെന്ന് ഫോൺ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള വീഡിയോയും കൂടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ അതങ്ങ് ക്യാൻസലാക്കും, എടുക്കണ്ട എന്ന് വിചാരിക്കും. അപ്പോൾ ഇനി ഓണത്തിനൊക്കെ ഉള്ളതൊക്കെ എടുക്കാം, പുറത്തോട്ട് പോകുന്നതൊക്കെ എടുക്കാം, അമ്പലങ്ങളൊക്കെ എടുക്കാം. ഇന്നലെ എല്ലാവരും ജന്മാഷ്ടമിയൊക്കെ ആഘോഷിച്ചു അല്ലേ. ഇന്നലെ ഇവിടെയും എൻ്റേതായിട്ടുള്ള പൂജകളും കാര്യങ്ങളായിരുന്നു കേട്ടോ. കൃഷ്ണന് തുളസിമാല ഞാൻ തന്നെ കെട്ടിയിടുന്നു, പുറത്തുനിന്ന് ഹാരം മേടിച്ചിട്ടു, പിന്നെ മക്കൻ മീഠ പഴം ഇങ്ങനെയൊക്കെ കൃഷ്ണന് വച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഞങ്ങൾ ജന്മാഷ്ടമിയൊക്കെ ചെയ്യുക കേട്ടോ. മോൻ എന്തുമാ കിടക്കണേ, എൻ്റെ വർത്താനം കേട്ട് കേട്ട് കിടക്കുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മോനെ കാണുന്നുള്ളവർ ഡെയിലി വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെയൊക്കെ വീഡിയോ കാണുക. പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി തുണി വിരിക്കണം. വെണ്ടക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെണ്ടക്ക മെഴുക്ക് വരട്ടിയിട്ടുണ്ടാക്കണം. അന്ന് ചൊവ്വാഴ്ചയിൽ അവിയൽ, പച്ചടി, വെണ്ടക്ക ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ കറി. പൈനാപ്പിൾ പച്ചടി, അവിയൽ, വെണ്ടക്ക മെഴുക്ക് വരട്ടി, അച്ചാർ. ഇന്നലെ ഞാൻ ഒന്ന് നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇന്നലെ ഒരുപാട് ടൈം എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടത്. ഇങ്ങനെ പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പൂവൊക്കെ മേടിക്കാൻ പോയി, പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, ഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായി. ഭഗവാന് അർപ്പിക്കേണ്ട സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ മോനിത് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണി. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓടിയെത്തും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നരാടമൊക്കെ ഞാനിങ്ങനെ ലോങ് വീഡിയോ ഇടുക. ആരും മിസ്സാക്കരുത് കേട്ടോ. കാണണേ. ഇഷ്ടപ്പെട്ടുള്ളവരൊക്കെ എൻ്റെ വീഡിയോ എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ. പാവമാണ് കേട്ടോ എൻ്റെ കുഞ്ഞ്. പാവങ്ങളായൊരു അയ്യോ പാവങ്ങളാ. അമ്പലത്തിൽ പോയിരുന്നാലും ഇവനെ കൊണ്ടുപോകേണ്ട ഗതികേട്. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങളുടെ 2 കാർ, ഇപ്പം ഞങ്ങളുടെ കാറിൽ ഇപ്പോൾ ബാക്കിൽ ഞാനിരുന്ന് ഇവനും ഇരുന്ന് കഴിഞ്ഞാൽ പറ്റൂല. ഇവന് തന്നെ ബാക്കിലത്തെ സീറ്റ് മൊത്തം വേണം. അപ്പോൾ നമ്മൾ മോളും ഡാഡിയും വരണമെങ്കിൽ വേറെ കാറ് പിടിക്കണം. നമ്മുടെ കാറിൽ പറ്റുകയില്ല. അപ്പോൾ ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴിപ്പോൾ ഇവനെ കൊണ്ടുപോകും കേട്ടോ. കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആദ്യം കയറും, ഞാനും മോളും ആദ്യം കയറി തൊഴുതിട്ട് വന്നതിന് ശേഷം മോൻ അവിടെ തന്നെ ഇരിക്കും. പിന്നെ മോൻ കയറും, ഞങ്ങളവിടെ ഇരിക്കും ഇവനെയും നോക്കി വണ്ടിയുടെ അകത്ത്. അങ്ങനെയൊക്കെയാണ്. ഇവനെയും വിട്ടിട്ട് പോകാൻ നമുക്ക് മനസ്സ് വരില്ല കേട്ടോ. പാവം എൻ്റെ പൊന്നു എൻ്റെ പൊന്നു പാവണ്ണി. ഓ എന്നോ ദേഷ്യം വന്നാലോ എൻ്റെ പൊന്നെ, ദേഷ്യം വന്നോൻ പുലിയാണ്. പുലി. അങ്ങനെ ഇങ്ങനെ ദേഷ്യം വരില്ല, വർഷത്തിലൊരിക്കൽ ദേഷ്യം വരുള്ളൂ കേട്ടോ. വയലൻ്റ് ആവുന്ന അപ്പോഴാണ്. അപ്പം കാണണം. പിടിച്ചോ, എടുത്തോണ്ട് വാ അമ്മ ഇട്ട് തരാം ബോള്. പിടിച്ചോ, എടുക്ക്. എന്താ മടിയനാവണേ, എന്താ ആക്റ്റീവ് ആവാത്തേ? എടുത്തു. ഈ ഓടുന്നു ബോളെടുക്കാൻ വേണ്ടി ഓടുന്ന കണ്ടോ. അയ്യോ കടിച്ചു പിടിച്ചെടുത്തോണ്ട്. അയ്യോ എനിക്ക് വയ്യ എൻ്റെ പൊന്നെ. കാലുകൊണ്ട് തട്ട്, അല്ലാതെ എങ്ങനെയാ കാലുകൊണ്ട് തട്ടണ്ടേ പൊന്നോ? നമ്മൾ എടുത്തുതരാം. കുറച്ച് വ്യായാമമാവട്ടെ. കാലുകൊണ്ട് തട്ടി എടുത്ത് പോലെ തട്ട് എടുക്കാതെ എടുത്തോ. എന്നാ കയറിക്കോ.
പച്ചയുണ്ട്, 2-3 പച്ചയുണ്ട്, 2-3 ചുമന്ന ബോളുണ്ട്. അതൊക്കെ എവിടെ? എന്നാ ഇതെടുത്തേ ഇവിടെ വന്നെടുത്തേ പൊന്നോ, കയറി എടുത്തേ. എന്നാ എടുത്തേ. എടുത്തോ. എന്നാ എടുക്ക് അവിടെ നിന്ന് എടുക്ക് ബോൾ എടുത്തോണ്ട് വാ മമ്മിക്ക്. കള്ളക്കുട്ടാ. അയ്യോ കാല് കൊണ്ട് തട്ടുന്നു കണ്ടോ തട്ടുന്നു കണ്ടോ. അയ്യോ കള്ളക്കുട്ട എടുത്തോണ്ട് വാ, ഓടി വാ. കണ്ട കാല് കൊണ്ട് തട്ടുന്നു കണ്ടോ. ഫുട്ബോൾ ചാമ്പ്യനാണ് അവൻ, ഫുട്ബോൾ ചാമ്പ്യൻ. കണ്ടോ ഓടുന്ന ഓട്ടം നോക്കൂ. എടുത്തോണ്ട് വാ, ഫ്രിഡ്ജിൻ്റെ അവിടെ ഉണ്ട് പൊന്നോ, ഫ്രിഡ്ജിൻ്റെ അവിടെ ബോൾ എടുത്തോണ്ട് വാ. അയ്യോ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കളിക്കാൻ നല്ല രസമാണ് കേട്ടോ, നല്ല രസം. അയ്യോ കണ്ടോ കളിയൊക്കെ കണ്ടോ ഫ്രണ്ട്സ്, കാലി കൊണ്ടൊക്കെ തട്ടിയിട്ട് കണ്ടോ ബോള്. ഇതാണ് എൻ്റെ മോൻ്റെ കളി. കണ്ടോ ഫുട്ബോൾ ചാമ്പ്യനാണ് അവൻ, ഫുട്ബോൾ ചാമ്പ്യൻ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ കൂടെ നോക്കുന്ന അവിടെ പൂച്ചകൾ ഓടുന്നു, ലൈബേഴ്സുകൾ നിൽക്കുന്നു, അതാണ് ഈ നോക്കുന്നത് കേട്ടോ. കണ്ടോ തീ നോക്കും. അവനൊന്നേ പുറത്തേക്ക് പോകണം ഗൈസ്, അവന് മൂത്രം ഒഴിക്കണം. അപ്പം എന്നെ കിടന്ന് വിളിച്ചു കേട്ടോ. ഞാൻ അവനെ വാ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി മൂത്രമൊക്കെ ഒഴിപ്പിച്ചിട്ട് വരട്ടെ. അവിടെ ആരുമില്ല, ബുള്ളറ്റ് ഒക്കെ പോയി. വാ കാലൊക്കെ തുടക്കണം ഇനി. ആ സ്ട്രീറ്റ് പപ്പീസിനെ നീ വിളിച്ചു വരുത്തണ്ട, അത് കണ്ടിക്കും പോന്നോ. സ്ട്രീറ്റ് പപ്പീസിനെ വിളിച്ചു വരുത്തണ്ട. ആ ചേട്ടൻ ടാറ്റ പറഞ്ഞിട്ട് പോയി, ടാറ്റ പറഞ്ഞാ ചേട്ടാ. എല്ലാവരെയും വിളിക്കുന്ന ഇങ്ങനെ ടാറ്റ പറഞ്ഞിട്ട് പോയി. എല്ലാവരെയും പരിചയം കേട്ടോ. ഇവിടെ നിന്നിപ്പോൾ എല്ലാവരെയും പരിചയമാണ്. കണ്ടോ ഇതൊക്കെയാണ് ഇവൻ്റെ വേല. ഇവനെ പുറത്തേക്ക് ഇറക്കിയ ഇങ്ങനെ തലയിട്ടിട്ട് മറ്റുള്ള സ്ട്രീറ്റ് പപ്പീസ് അപ്പോൾ ഓടി വരും, ഇവൻ്റെ സൗണ്ട് കേട്ട് ഓടി വന്നിട്ട് കടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഒരു ചെറിയ വടി വെച്ചിട്ടുണ്ട്, അടിക്കാനല്ല, അവരെ ഇങ്ങനെ വടി കൊണ്ട് പേടിച്ച്. കണ്ടോ എല്ലാവരും അവനെ ഒന്ന് കണ്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് ടാറ്റയും പറഞ്ഞിട്ട് പോവുക കേട്ടോ. കഴിഞ്ഞോ? മതിയോ റോഡ് കണ്ടത്? മതിയോ റോഡ് കണ്ടത്? ഒന്ന് റോഡ് കണ്ടത് മതിയോ? പൊക്കോ കാല് കൊടുക്കണം. വാ പൊക്കോ വീട്ടിൻ്റെ അകത്ത്. ഓടണ്ട അമ്മ, കാല് തുടക്കട്ടെ. താഴെ നിൽക്ക്. അവന് കുറേ റസികളുണ്ട് കേട്ടോ, കെട്ടിക്കൊണ്ട് പോകാനൊക്കെ കുറേ റസികൾ. ഇന്നലെ ഇത് മേടിച്ചുകൊണ്ട് വന്നു മോള്. ഇന്നലെ ഞങ്ങൾ വേറെ ഒന്നും മേടിച്ചവർ കുറേ ഉണ്ട്, വീട്ടിലും ഒക്കെ ഇടാൻ വേണ്ടി കുറേ ഉണ്ട്. ഇവിടെ ഇങ്ങനെ തൂക്കി ഇട്ടക്കണം. ഇത് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇതൊക്കെ ഉള്ളതാവന്. ഇതൊക്കെ ഉണ്ട് അവന് ഇഷ്ടം പോലെ ഉണ്ട്. എന്നിരുന്നാലും ഓരോന്ന് വീട്ടിൽ നനയുമ്പോഴേ, കുളിച്ച് കഴിയുമ്പോൾ നനയുമ്പോൾ പോവാ മുകളിലേക്ക് പോവാ. പോക്കോ കാലൊക്കെ തുടപ്പിച്ചു. ഇത് കേട്ടോ ഒന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അവൻ ആ റൂമിൽ പോണ ചേച്ചി ഓഫീസിൽ പോകാൻ ഒരുങ്ങുന്ന. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഗുഡ് ബൈ.